പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാവിലെ കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, യു ആർ എംപവേർഡ് വെൻ യു ഫോർഗീവ്. നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞെ, നിന്നെ ദൈവം ശക്തീകരിച്ച് നിർത്തും. പ്രൈസ് ഗോഡ്. ആരെങ്കിലും നിന്നെ മുറിവേൽപ്പിച്ചോ, ആരെങ്കിലും നിന്നെ ചതിച്ചോ ചെയ്തോ ദൈവമൈതലേ, ചിലപ്പോൾ നിൻ്റെ ബിസിനസ് പാർട്ട്ണർ നിന്നെ പറ്റിച്ച് മോഷ്ടിച്ചെടുത്ത് കാണും. ചിലപ്പോൾ നിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്വഭാവം നിന്നെ മനസ്സിടിച്ച് കാണിച്ച് കാണും. ചിലപ്പോൾ നിൻ്റെ കുടുംബജീവിതം ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുമായിരിക്കും. ചിലപ്പോൾ നിൻ്റെ കുടുംബജീവിതത്തിനകത്ത് ഒത്തിരി ബ്രോക്കൺ പ്രോമിസസ് കണ്ട് നീ വിഷമിക്കുകയായിരിക്കും. നീ ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുമായിരിക്കും. നിനക്ക് തന്നെ നിന്നെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, പീപ്പിൾ ക്യാൻ ഹേർട്ട് പീപ്പിൾ. ഇറ്റ്സ് നോട്ട് ഫെയർ ആൻഡ് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ഓൾസോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾക്കുന്ന വചനങ്ങളാൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഒരിക്കലും പകരം ചെയ്യുവാനായിട്ട് പോകരുത്. ഒരു പെൺകുട്ടിയെ എനിക്കറിയാം, സ്കൂളിൽ അടുപ്പിച്ചങ്ങ് തൂക്കുക, എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, താൻ ഉൾവലിഞ്ഞ് മറ്റുള്ളവരോട് തുറന്ന് ഇടപെടാതെ ജീവിക്കുക. ഒരിക്കൽ അവളുടെ വൺ പേരൻറ്റ് അവളെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയി സഹായത്തിന് വേണ്ടി. എന്നാൽ നമുക്കറിയാം, ഇത് US-ലെ ഒരു സംഭവമാണ്. അവളുടെ ജീവിതത്തിൽ പറ്റിയത് ചൈൽഡ് സെക്ഷൽ അബ്യൂസായിരുന്നു. പ്രൈസ് ഗോഡ്. അതും അവളുടെ ഗ്രാൻഡ് ഫാദറിൽ നിന്ന്. അപ്പോൾ അവൾക്ക് അവളുടെ സ്വന്തം സഹോദരിമാരെ എസ്പെഷ്യലി തൻ്റെ ചെടുത്തിമാർ, അനിയത്തിമാർ, ആ വീട്ടിലുണ്ടായിരുന്നവരെ, അവരെ ഓർത്ത് അവൾക്ക് വറിയേറി. അവളുടെ സംശയം ശരിയായിരുന്നു. ആ ഒരു ചെറിയ സ്വഭാവം പ്രായമുള്ളൊരു വ്യക്തിയിൽ നിന്നുണ്ടായത് ആ കുടുംബത്തെ തകർത്ത് കളയുവാൻ ഇടയായി. എന്നാൽ അമേരിക്കയാണല്ലോ, ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസും ഫാമിലി എല്ലാം കൂടെ എത്ര ശ്രമിച്ചിട്ടും അവളുടെ നിരാശ മാറ്റുവാൻ പറ്റിയില്ല. ആ മനുഷ്യനെ അവർ അറസ്റ്റ് ചെയ്തു. പക്ഷേ ആ കഥ അവിടെ തീർന്നില്ല. ആ കുടുംബത്തിലുള്ള എല്ലാവരും മറ്റുള്ളവരോട് പിന്നെ അവരവരുടെ ഈഗോ സൂക്ഷിക്കണമല്ലോ, അതുകൊണ്ട് നുണ പറയാൻ തുടങ്ങി. എത്ര മാസത്തിൻ്റെ കൗൺസിലിങ്ങും ഇൻ്റർവെൻഷനും വേണ്ടി വന്നു എന്നറിയത്തില്ല. പക്ഷേ ഞാൻ വായിച്ചിരിക്കുന്നത് ഒരു റെസ്റ്റോറേഷനിലേക്കും ഹീലിങ്ങിലേക്കും കൊണ്ടുവരുവാനിടയായി. റെസ്റ്റോറേഷൻ, ഹീലിംഗ്, യഥാസ്ഥാനപ്പെടൽ, പൂർവ്വസ്ഥിതിയിലേക്കാകുന്ന അവസ്ഥ, സൗഖ്യമാകുന്ന അവസ്ഥ, അതിന് സമയമെടുത്തു കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളെ അബ്യൂസ് ചെയ്ത്, നമ്മളെ ഹേർട്ട് ചെയ്ത ഒരു വ്യക്തിയോട് ഫൊഗീവ് ചെയ്യുക, ക്ഷമിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ചിന്തയ്ക്കായിട്ട് എടുക്കുക. പ്രൈസ് ഗോഡ്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവവചനം അനുസരിക്കുമ്പോൾ നാം എംപവേർഡ് ആകും. ആ പെൺകുട്ടിയെക്കുറിച്ച് പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത്, അവൾ വളരെയധികം ചേഞ്ച് ചെയ്തു. ആ ഹോൾ ഫാമിലി പവർ ഓഫ് ഫോർഗീവ്നെസ് അനുഭവിക്കുവാനിടയായി. തമ്മിൽ ക്ഷമിക്കുക. അതെ, ഫോർഗീവ്നെസ് മറക്കരുത്. ക്ഷമിക്കാൻ കഴിയുന്ന അവസ്ഥ. കുഞ്ഞെ, ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലെ മുറിവിൽ നിന്ന്
നല്ലൊരു ഫ്യൂച്ചർ അവൻ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഫ്യൂച്ചർ അനുഭവിപ്പാൻ തക്കോണം അവൻ നമ്മെ വഴി നടത്തും. അവൻ്റെ കരം പിടിച്ച് നടക്കാമോ? ക്രൈസ്റ്റ് forgives and cleanses us from all sin. അതുകൊണ്ട് കുറ്റബോധവുമായിട്ട് ഇരിക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 8 വാക്യം. ജോൺ ചാപ്റ്റർ 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആരാ? പരിശുദ്ധാത്മാവ്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ്? ഹീസ് ഗോഡ്. ഹീസ് ആക്റ്റീവ്ലി വർക്കിംഗ് ഡെയിലി ഓൺ ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസ്. പ്രൈസ് ഗോഡ്. അനേകർ മനസാക്ഷിയിൽ ഒരു ക്ലിയർ മനസാക്ഷിയില്ലാതെ ജീവിക്കുക, മനസാക്ഷിയിൽ കുത്തേറ്റുകൊണ്ട് ജീവിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, തുടർമാനമായി നമ്മുടെ മനസ്സിനോട് സംസാരിക്കും. എവിടെയൊക്കെ തെറ്റുണ്ടോ അത് നമുക്ക് മനസ്സിലാക്കി തരും. 10 പ്രമാണങ്ങൾ ദൈവം മോശയ്ക്ക് കൊടുത്തു അല്ലേ? 10 സജഷൻ അല്ല കൊടുത്തത്, കമാൻഡ്മെൻറ്റ്സ്, കൽപ്പനകളാണ് കൊടുത്തത്. ശരിയായതുകൊണ്ട് തെറ്റായ കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ ചില കാര്യങ്ങൾ ദൈവത്തെ ബോധർ ചെയ്യുന്നതാണ്, ദൈവസ്നേഹത്തിൽ നമ്മെ അകറ്റുന്നതാണ്. എത്ര ജനറോസിറ്റി കാണിച്ചാലും അങ്ങനെ പ്രോബ്ലംസ് വന്നാൽ അത് സോൾവ് ആകത്തില്ല കേട്ടോ. വലിയ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ആ കുറ്റബോധത്തിനെ തൂത്തുകളയാൻ പറ്റത്തില്ല. എത്ര ജയം പ്രാപിച്ചാലും എത്ര പണം ഉണ്ടെങ്കിലും ആ ഉള്ളിൽ ഉള്ള ആ കുറ്റബോധമുണ്ടല്ലോ, അതിനെ മാറ്റുവാൻ പറ്റത്തില്ല. അതിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, അതായത് റിപ്പൻറ്റൻസ്, മാനസാന്തരം നമുക്കുണ്ടാകണം. 1 യോഹന്നാൻ 1 അധ്യായം അതിൻ്റെ 9 വാക്യം ഇങ്ങനെ പറയുന്നു. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഹല്ലേലൂയ. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ദൈവത്തോട് പറ, ദൈവമേ ഞാൻ ഒരുക്കമാണ് എൻ്റെ വഴികളെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ. അപ്പം തന്നെ ദൈവം നിനക്ക് ക്ഷമ തരും. നിനക്ക് ശിക്ഷ കിട്ടത്തില്ല കുഞ്ഞെ. കാരണം ക്രൈസ്റ്റ് പെയ്ഡ് യുവർ ഡെപ്റ്റ് ഇൻ ഫുൾ. കർത്താവ് അത് മുഴുവൻ കൊടുത്തു. യു ഡോണ്ട് ഹാവ് ടു ഏൺ യുവർ ഫോർഗീവ്നെസ്. ക്രൈസ്റ്റ് ഓൾറെഡി ഏൺഡ് ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആസ്കിങ് ഫോർ ഫോർഗീവ്നെസ്, അക്സെപ്റ്റ് ഇറ്റ്, ദെൻ ഫോർഗീവ് യുവർ സെൽഫ്. ഗോഡ് ഹാസ് ഫുള്ളി ഫോർഗീവൺ യു ആൻഡ് ഇറ്റ് ഫീൽസ് ഗുഡ് ബിക്കോസ് യു ആർ എ മിറക്കിൾ. സ്തോത്രം. നിങ്ങളെ കർത്താവ് ഇതിൻ്റെ അർത്ഥങ്ങൾ ആഴത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ഒരു പൂർണ്ണമായിട്ട് ക്ലീനായിട്ടുള്ളൊരു ഹൃദയം നമുക്കുള്ളപ്പോൾ എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? നമുക്ക് കിട്ടുന്നതും അപ്പോൾ എന്തായിരിക്കും? കംപ്ലീറ്റ് പീസ് ആൻഡ് കംപ്ലീറ്റ് ജോയ് അല്ലേ? അത് തുടർമാനമായിട്ട് നമുക്ക് കിട്ടണം. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം 33 വാക്യം ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് സമാധാനത്തെ ഇഷ്ടപ്പെടുക. പ്രൈസ് ഗോഡ്. ബാക്കി എല്ലാത്തിനെയും പുറന്തള്ള. ഒരിക്കലും സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി കർത്താവെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്നിൽ നിന്ന് ഉണ്ടാകുവാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊരു തീരുമാനമെടുക്കുക. ദൈവമക്കളെ, കുടുംബമൊക്കെ സ്വർഗമായി മാറും. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 27 വാക്യം ഇങ്ങനെ പറയുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ലെറ്റ്സ് ഫേസ് ഇറ്റ്. അക്ഷമത, ഇംപേഷ്യൻസ് ജീവിതത്തിൽ വരില്ലേ? ഫോർഗീവ് ഡെയിലി. രണ്ടാമത് ചെയ്യേണ്ടത് ആസ്ക് ഗോഡ് ടു ഹീൽ യു. 3 സ്പ്രെഡ് പീസ് ബൈ ആഡിങ് വാല്യൂ ടു അതേഴ്സ്. ദൈവമക്കളെ, ജോയിൻ ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലേഷൻ. 2 കൊരിന്ത്യർ 5 അധ്യായം
അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നിരപ്പിൻ്റെ ശുശ്രൂഷക്കാരായി ഞങ്ങളെ തീർക്കണമേ. ക്ഷമിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.